പ്രത്യേകിച്ച് ഒരു വണ്ടിക്ക് പോകാൻ പറ്റുന്ന റോഡാണ്. ട്രഡീഷണൽ വില്ലേജ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നാൽ മതി. കുറച്ച് ഹാപ്പനിങ് പ്ലേസ് ഒക്കെ കാണണമെങ്കിൽ പ്ലാൻ ഓഫ് കയറി പോയാൽ മതി. പ്ലാൻ പ്രകാരം അടുത്തത് ഒരു വൈനറി ആയിരുന്നു. പ്ലാൻ എ മാറ്റി നമ്മൾ പ്ലാൻ ബി പിടിക്കുകയാണ്. പ്ലാൻ ബി പിടിച്ചിട്ടുണ്ട്. കാരണം നല്ലൊരു പണി, വലിയൊരു പണി നമുക്ക് കിട്ടി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇവിടുത്തെ മോണസ്ട്രി ആണ്. അപ്പോൾ ഒരു നല്ലൊരു ബേക്കറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് അല്ലേ. ഡിസ്കവർ സൈപ്രസ് എന്ന 9 days 8 nights നമ്മൾ സൈപ്രസ് ട്രിപ്പിൻ്റെ എക്സ്പെൻസ് ആണ് ഈ കാണുന്നത്. ഇത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഓർ ഫേസ്ബുക്ക് ത്രൂ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് ഫ്രം ഓമഡോസ്. ഇന്ന് നമ്മൾ അടിപൊളി ദിവസമാണ്. കണ്ടില്ലേ, സൂര്യനൊക്കെ ഇങ്ങനെ നല്ല ബ്രൈറ്റ് ആയിട്ട് നമുക്ക് വേണ്ടി പ്ലസന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഓമഡോസ് വില്ലേജ് കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ ഹട്ട് പോലെ പഴയ മഡ് ഹൗസ് പോലെയും സ്റ്റോണൊക്കെ വെച്ചിട്ട് കിടിലൻ വീടുകളുണ്ട്. ന്യൂ ഇയർ ഈവും കൂടെയാണ്. അത് ഞങ്ങളൊരു സ്പെഷ്യൽ സ്ഥലത്ത് അടിച്ച് പൊളിക്കാൻ പോകുന്നുണ്ട്. ഒരു ഹാപ്പനിങ് പ്ലേസിൽ പോയിട്ട് ന്യൂ ഇയർ കിടുക്കാച്ചിയാക്കാൻ പോകുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ വീഡിയോ. നമ്മളിന്നലെ 6:30 നിർത്തി. അപ്പോഴേക്കും ഇവിടെ ഫുൾ ഇരുട്ടായി, ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല. സ്ട്രീറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും അല്ലേ ഇരുട്ടായിരുന്നു. നമ്മളങ്ങനെ എടുത്തില്ല നമ്മൾ. അപ്പം നമുക്ക് റൂമും അതുപോലെ നമ്മുടെ ഇന്നലെ താമസിച്ച സ്ഥലം ഞങ്ങൾ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയാണ് സ്ട്രീറ്റ് വരുന്നത്. ഇവിടെ ഒരു മനുഷ്യജീവി പോലും ഇല്ല കേട്ടോ. ഒരൊറ്റ ആൾ ഇന്നലെയും കാണിച്ചില്ല. പൂച്ചകൾ ഇപ്പോൾ ഒരു പൂച്ചേനെ കാണുന്ന ഒരു സൗണ്ടും ഇല്ല. ഭയങ്കര ക്വയറ്റ്. നമ്മുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇതൊരു ടാവണാണ്. ടാവൺ എന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ. അതിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ പോയിട്ട് അങ്ങ് അവിടെയാണ് നമ്മുടെ റൂം വരുന്നത്. നമ്മളിന്നലെ രാത്രി നമ്മൾ ഇവിടെ നിന്ന് പാർക്കിംഗ് ഇല്ല മീൻസ് ഈ സൈഡിൽ ഇങ്ങനെയൊക്കെ പാർക്ക് ചെയ്യണം വണ്ടി എടുത്ത് വന്നു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ട് ആരെങ്കിലും സ്ഥലമാണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാവേണ്ട വെച്ചിട്ടാണ് ഞങ്ങൾ നേരൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് ഇതിൻ്റെ ഒമഡോസ് സ്ക്വയറിൻ്റെ അടുത്ത്, അതായത് അതിൻ്റെ വില്ലേജ് സെൻറ്ററിൻ്റെ അടുത്ത്. ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ടോ ഇന്നലെ ഉണ്ടായിരുന്നു. ലർണാക്കിലുണ്ടായ ലിസിത്തിയ ഹോട്ടലിലുണ്ടായ സെയിം സംഭവം തന്നെയാണ് ഇവിടെ ഒരു മാസ്റ്റർ ലോക്ക് എന്ന് പറഞ്ഞ സംഭവം. നമ്മുടെ 2ാം നമ്പർ റൂമാണ്. നമുക്ക് booking.com വഴി ബുക്ക് ചെയ്തതിന് ശേഷം ഇവർ നമുക്ക് ഇമെയിൽ അയക്കും. നമ്മൾ താമസിക്കാൻ പോകുന്ന ഡേയിൻ്റെ രാവിലെ അവർ ഇമെയിൽ അയക്കും, വാട്സാപ്പിൽ അയച്ചു. കീ ബോക്സിൽ നമ്മൾ കീ വെച്ചിട്ടുണ്ടാവും. ഒരു പിൻ നമ്പർ ഉണ്ട്. ആ പിൻ നമ്പർ അടിച്ചിട്ട് കയറിയിട്ട് ഇത് തുറന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളോട് പറഞ്ഞു വെച്ചാൽ 3002 എന്നായിരുന്നു നമ്മുടെ പാസ്വേഡ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് തുറന്നു കഴിഞ്ഞാൽ അതാ ഇങ്ങനെ കീ കിട്ടും. കീ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് 2 കീ ഉണ്ട്. ഇതിങ്ങനെ ഇത് വെച്ച് തുറന്ന് നമ്മൾ കയറാം. വരൂ. നമുക്ക് ആക്ച്വലി ബാൽക്കണിയിൽ റൂം തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ അപ്പോഴേക്കും അവർ വേറെ ആൾക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അവർ സോറിയൊക്കെ പറഞ്ഞ് നമുക്ക് ബാൽക്കണിയില്ല, നമുക്ക് താഴത്തെ റൂം അവർ തന്നത്. ബാൽക്കണിയിൽ വേറെ റൂമിൽ ആൾക്കാരുണ്ടായിരുന്നു ഇങ്ങനെ കയറിയിട്ട്. ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോയാൽ മുകളിൽ ഒരു റൂമുണ്ട്. ആക്ച്വലി അതിൻ്റെ ബാൽക്കണി പുറത്തുനിന്ന് കാണിച്ചു കൊടുക്കും. എന്നാലാണ് ലുക്ക്. ഇങ്ങനെ ഇവിടെ നല്ല തടി കൊണ്ടുള്ള ഡോറാണ്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ 1 night ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിൻ്റെ സെറ്റപ്പാണ്. കിച്ചണും എല്ലാം ഉണ്ട്. വാഷിംഗ് മെഷീൻ ഇല്ല എന്നുള്ളൊരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. കിച്ചൺ ഉണ്ട്, സിങ്ക്, ഇത് ഫ്രിഡ്ജാണ്. കിച്ചണും എല്ലാം കൂടെ ഒറ്റ യൂണിറ്റാണ് കേട്ടോ. വേൾപൂളിൻ്റെ ഒറ്റ യൂണിറ്റ്. ഓക്കെ, ഫുള്ള് കട്ട്ലറീസും പാത്രങ്ങളൊക്കെ ഇതിലുണ്ട്. നമ്മളൊന്നും യൂസ് ചെയ്യില്ല. ആകെ ഒരു ഗ്ലാസ് ഒരു കോഫി അടിക്കാൻ വേണ്ടി യൂസ് ചെയ്തേ ഉള്ളൂ. കോഫി മെഷീൻ ഉണ്ട്, കെറ്റിലുണ്ട്, പിന്നെ ടോസ്റ്റർ ഉണ്ട്, ഓവൻ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് കട്ട്ലറീസ് ചെയ്താൽ എല്ലാം വൈൻ്റെ കോർക്കടക്കം, തുർക്കിഷ് ചായ അടക്കേണ്ട, തുർക്കിഷ് സൈപ്രസ് ടീ ആക്കണ അടക്കം പാത്രങ്ങൾ, എല്ലാ സാധനവും ഉണ്ട്. ഐക്കിയേൻ്റെ ടേബിൾ, കോഫി മെഷീൻ, പിന്നെ ഇവിടെ ഒരു സോഫയുണ്ട്, ടി വി വെച്ചിട്ടുണ്ട്. 50 ഇഞ്ചിൻ്റെ ടി 50 ഇഞ്ചിൻ്റെ ടി വി ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല നമ്മളെ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജോർജിയൻ്റെ വീഡിയോ, പണ്ടത്തെ വീഡിയോ എങ്ങനെയുണ്ട് നമ്മൾ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പെർഫോമൻസ്. ഇവിടെ ഒരു റെഡി ആവാനുള്ളൊരു ഇതൊരു ക്യൂൻ സൈസ് ബെഡ് അല്ലേ. ക്യൂൻ സൈസ് ബെഡ്, ഒരു ബെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ലേസ് കേട്ടോ. ഇവിടുത്തെ ഒരു മെയിൻ ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് ലേസ് ആണ്. ഈ ഒരു ഹാൻഡ് വോവണാണ് ഈ സാധനങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റൈലിൽ ഇങ്ങനെ പല ടൈപ്പിൽ അവർ വോവ് ചെയ്ത് എടുക്കും. ഇത് ടേബിൾ ക്ലോത്ത് ആയിട്ടും കർട്ടണായിട്ടും വിൻഡോ കർട്ടൺസൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കും. പുറത്തോട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ ഫുള്ള് മരത്തിൻ്റെ കേട്ടോ. നല്ല നല്ല എന്താ പറയുക, നമ്മുടെ നാട്ടിലെ തടിയുടെ ഇതുപോലത്തെ ഉണ്ട്. നല്ല ലോക്കും കാര്യങ്ങളൊക്കെ. വ്യൂ വലിയ സംഭവമൊന്നുമില്ല. അപ്പുറത്തുള്ള വീടാണ് കാണാനുള്ളത്. ഇതാണ് തുറന്നു കഴിഞ്ഞാലുള്ള വ്യൂ. ഇങ്ങനെ ഉണ്ടാവും. ബാൽക്കണി ഉണ്ടെങ്കിൽ ബാൽക്കണി കാണാം, അത്രയാണ്. ഈ മുകളിൽ ഈ കാണുന്ന മച്ചില്ലേ, അതാണ് ബാൽക്കണി. പിന്നെ ഇതിൻ്റെ മുകളിലും ഇത് തടി കൊണ്ടാണ് കേട്ടോ. കണ്ടാ, ഫുൾ തടി കൊണ്ടാണ്. ഹീറ്ററുണ്ട്. നമുക്ക് ഹീറ്ററും AC ആയിട്ട് ഉപയോഗിക്കാം, എയർ കണ്ടീഷണറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ റൂം ഉണ്ടായത്. തറയുടെ പ്രത്യേകത ഉണ്ടോ, മൊത്തം കല്ലാണ്, കല്ല് പാകിയിട്ടാണുള്ളത്. പഴയ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടേ. അതുകൊണ്ട് തന്നെ ചെരിപ്പിട്ട് നടക്കണം, നല്ല തണുപ്പാണ് തറയ്ക്ക്. ഇവർ പറയുന്നത് അവിടെ എഴുതി വായിച്ചില്ലേ, ഗെറ്റ് നേക്കഡ്. നേക്കഡായിട്ട് ഇവിടെ കിടക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ തണുപ്പിനല്ലേ.
ഇതാണ് ബാൽക്കണി റൂം. ഇങ്ങനെ ബാൽക്കണിയിൽ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ നമ്മൾ താഴെ ബാൽക്കണിയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ വലിയ വ്യൂ ഉണ്ടെന്നും പറയാനില്ല. ആ വില്ലേജ് മൗണ്ടൻ കിട്ടും. മൗണ്ടൈൻസ് ഇങ്ങനെ ജസ്റ്റ് കാണാൻ പറ്റും. നമുക്ക് വില്ലേജ് എക്സ്പ്ലോറേഷന് പോവാം അല്ലേ? Come on, let's go. വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തത് കേട്ടോ. ഇന്നലെ രാത്രി വന്നിട്ട് നമ്മൾ ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ട്. ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഫ്രീ ആണ്. ഇവിടെ വന്ന് ബോർഡുണ്ട് നിങ്ങൾക്ക് പാർക്കിംഗ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അവിടെ നമ്മുടെ സ്ക്വയറിന് ഇങ്ങോട്ട് വരാൻ പറ്റുന്ന വഴിയുണ്ട്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള സ്ഥലത്തോട്. കാരണം നാരോ റോഡാണ് എല്ലാം. താമസിക്കുന്ന സ്ഥലത്തൊക്കെ നാരോ റോഡാണ്. അവിടത്തേക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ഇങ്ങനെ അടുപ്പിച്ച് വന്ന് പാർക്ക് ചെയ്തിട്ടാണ് ഇവിടെ സൗകര്യം പോലെ. ഇവിടെ വന്നിട്ടാകുമ്പോഴത്തേക്കും ഇവിടെ അതായിരിക്കും നല്ലത്. പ്രശ്നമൊന്നുമില്ല. ഇവിടെ നമ്മൾ രാത്രി വണ്ടി ഇട്ടിട്ട് നേരെ നമ്മളെ റൂമിലോട്ട് പോയി അവിടെ നിന്നാണ് നമ്മളന്നിപ്പം ചെക്കൗട്ട് ചെയ്തിട്ട് തിരിച്ച് സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ട് നമ്മളിനി വില്ലേജ് എക്സ്പ്ലോറേഷന് പോകാം. നമ്മളെ റൂമിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇങ്ങനെ നാരോ റോഡുകളാണ് ഇങ്ങനെ ഫുള്ള് ഉള്ളിൽ കൂടെ ആയിട്ടില്ല. ഓരോന്നും ഓരോ സ്ട്രീറ്റുമാണ്. ഓരോ സ്ട്രീറ്റിനും ഓരോ പേരും ഉണ്ട്. ഇതാണ് ഒമഡോസ് വില്ലേജ് സ്ക്വയർ. രാത്രി ഫുഡ് കഴിച്ച് ഇവിടുത്തൊരു ടവറിനായിരുന്നു. എല്ലാം ചെടിയും പച്ചപ്പും ഒക്കെ ആയിട്ടാണല്ലേ. എല്ലാ വീടിൻ്റെ മുന്നിലും റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലും ഒക്കെ നല്ല നല്ല പ്ലസൻ്റ് ആണ്. അതുകൊണ്ട് നമുക്കൊരു ഫീല് കിട്ടും. വൈൻ പ്രസിങ് സ്ഥലം ട്രഡീഷണൽ പണ്ടത്തെ. നമ്മൾ ഇതേ സാധനം ഇന്നലെ ലർണാക്ക കാസിൽ പോയി അല്ല ലിമാസോൾ കാസിൽ പോയപ്പോൾ കണ്ടിരുന്നല്ലേ. അത് ഒലീവ് ഓയിൽ പ്രസ്, ഒലീവ് ഓയിലോ അല്ലെങ്കിൽ വൈൻ രണ്ടിനും ഉപയോഗിക്കാൻ പോകും. പക്ഷെ ഇവിടെ കൊടുത്തിട്ടതാ എങ്ങനെയാണത്. രണ്ടാളുകൾ ഇതിനെ അങ്ങ് കറക്കും ഈ കോലിനെ. അവിടെ പ്രസ്സാവും. പ്രസ്സായിട്ട് ഇവിടെ നിന്ന് കളക്ട് ചെയ്യും. ഇതൊരു ഓട്ടയുണ്ട്. ഈ ഇതിൻ്റെ ഉള്ളിൽ ഗ്രേപ്പ് ഇടും. ഗ്രേപ്പ് എടുത്ത് അതിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ ടൈറ്റ് ആവും. ടൈറ്റ് ആകുമ്പോൾ വൈൻ പ്രസ് ആവും. ഇതിന് വഴി താഴോട്ട് വരും. ഇതൊന്നും എൻട്രി ഫീസ് ഇല്ല കേട്ടോ. അതിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയത് പല സ്ഥലത്ത് എൻട്രി ഫീസ് ഇല്ല. ഇത് ഇവിടെയൊക്കെ രാത്രി നമ്മൾ നടന്നു പോകുമ്പോഴേക്കും ഓപ്പൺ ആയിരുന്നു. വളരെ രാത്രി നമുക്ക് കയറി കാണാൻ പറ്റൂല. രാത്രി പറയുമ്പോൾ ഫുൾ ടൈം ഈ വാതിൽ ഓപ്പൺ ആണ്. നമ്മളങ്ങനെ ഒമഡോസ് വില്ലേജിലുള്ള ടിമിയോസ് ട്രാവോസ് മോണസ്ട്രിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇവിടുത്തെ മോണസ്ട്രിയാണ്. ടിമിയോസ് ട്രാവോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളി ക്രോസ് എന്നാണ് അർത്ഥം. ഹോളി ക്രോസിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോണസ്ട്രിയാണ് ഇത്. 16th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ ഒരു മോണസ്ട്രിയാണ് ആക്ച്വലി. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബിസാൻറ്റീൻ എറയിലുള്ള ആ ഒരു ടൈപ്പ് കൺസ്ട്രക്ഷൻ തന്നെയാണ് ഈ മോണസ്ട്രിക്ക് ഉള്ളത്. ടൂറിസ്റ്റുകൾക്കും വിശ്വാസികൾക്കും ഈ ഒരു മോണസ്ട്രി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. സെപ്റ്റംബറിൽ ഫീസ്റ്റ് ഓഫ് ദ ക്രോസ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ബിസാൻറ്റീൻ എറയിലുള്ള ആ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് തോന്നുന്നു, ഇവിടെ ഇങ്ങനെ മച്ച് പോലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ മരം കൊണ്ടുണ്ടാക്കിയ മച്ച്. അതിപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തായാലും ശരി, ഈ മോണസ്ട്രി ആയാലും ശരി അതുപോലെ തന്നെയാണ്. ഇവിടെ ഇതാ ഈ മോണസ്ട്രിയിലെ പള്ളിയിലച്ഛൻ എന്താണ് പറയുക, അവർക്കുള്ള ഡ്രസ്സാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഹോളി ക്രോസിൻ്റെ ഓഫീസ് ഓഫ് ദ ഹോളി ക്രോസ് മോണസ്ട്രിയുടെ ഹോളി ക്രോസിൻ്റെ ഓഫീസാണിത്. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി ഇതാണ് ഒമഡോസ് വില്ലേജ്. ഒമഡോസ് വില്ലേജിൻ്റെ കംപ്ലീറ്റ് ഏരിയൽ വ്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് അതെൻ്റെ സെൻറ്ററിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഇവിടെ എല്ലാം ഇങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ തന്നെ സ്ട്രീറ്റ് വ്യൂ പോലെ ഇങ്ങനെ എല്ലാം കാണാൻ പറ്റും. നമുക്കിത് ഉള്ളിലോട്ട് കയറി ഇങ്ങോട്ട് പോയി ഇങ്ങനെ ഇത് ഫുള്ള് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരിട്ട് കാണാൻ പറ്റുന്നതല്ലേ. നമുക്കിവിടെ ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ട് കയറാം. എക്ലസിയാസ്റ്റിക്കൽ ട്രഷറിയാണ്. അതുപോലെ മുകളിലോട്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഇതാ പ്രിസർവേഷൻ സെൻറ്റർ ഫോർ ഒമഡോസ് നാരോ നിറ്റ് ലേസിങ്ങിനെ പറ്റിയുള്ള ഒരു
പ്രിസർവേഷൻ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു കാണിക്കുന്ന ഒരു മ്യൂസിയം ഉണ്ട്, ഗാലറി ഉണ്ട്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചുള്ള സംഭവമാണ്. ആർട്ട് വർക്ക്സ് ആണെന്ന് തോന്നുന്നു, പ്രിസർവ് ചെയ്ത ആർട്ട് വർക്ക്സ് ആണത്. സെയിൻറ്റ് നിക്കോളാസ് 15th century ഫോട്ടോ ആവാനാണ് ചാൻസ്. അതൊക്കെ ഇങ്ങനെ കുറേ നശിച്ചു പോയത്. പേപ്പറിൽ വരച്ചാണത്, പെയിൻറ്റിങ് ആണ്. ഇത് ബൈബിളാണ് കേട്ടോ, ഗോൾഡ് പ്ലേറ്റ് കവറുള്ള ബൈബിൾ. ഇതൊക്കെ പിക്ചർ വരച്ച് വെച്ചാണ്. പണ്ട് കാലത്തെ ചിത്രങ്ങളാണ് ഇതൊക്കെ. ഇതുകൊണ്ട് ക്ലോത്തിൻ്റെ മുകളിലാണ് ഇവരിതൊക്കെ വരച്ചു വെച്ചിട്ടുള്ളത്. ഇങ്ങനെ എല്ലാം ഓരോ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. സിൽവർ ഇൻസെൻസ് ബേണറാണ്. അതുപോലെ ഇവിടുത്തെ പ്രീസ്റ്റിൻ്റെ മുന്നത്തെ ഡ്രസ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സാധനം എന്ന് പറയുന്നത് സിൽവർ ക്ലാസ്പുകൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നല്ല വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ഓഫ് ലേസ് പ്രിസർവേഷൻ. ഒമഡോസ് വില്ലേജിൻ്റെ പ്രത്യേകമായിട്ടുള്ള ലേസാണ്. ലേസ് പ്രിസർവേഷൻ എങ്ങനെയൊക്കെയാണ് മുന്നേ ലേസ് ഉണ്ടാക്കി, ലേസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലേസ് ഇതാണ്. ഇതൊക്കെ ടേബിൾ ക്ലോത്ത്സ് ആണ്. ടേബിൾ ക്ലോത്ത്സ്, അതുപോലെ വിൻഡോ ബ്ലൈൻഡ്സ്, കർട്ടനായിട്ട് ഉപയോഗിക്കുന്ന ഇതൊക്കെ ടേബിൾ ക്ലോത്ത്സ് ആയിട്ട് പാത്രത്തിൻ്റെ അടിയിലൊക്കെ വെക്കില്ലേ, അതുപോലത്തെ സംഭവങ്ങൾ. ഇത് മുഴുവൻ കൈകൊണ്ട് നെയ്തെടുക്കുന്നതാണ്. ഇത് മുഴുവൻ കംപ്ലീറ്റായിട്ട് നെയ്തെടുക്കുന്നതാണ് കൈകൊണ്ട്. ലേസ് വർക്ക് ഉപയോഗിച്ചിട്ട് ഡ്രസ്സ് വരെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ഡ്രസ്സൊക്കെയാണ്. ഇതൊരു ഗാലറിയാണ്. ചിത്രകാരന്മാർ വരച്ചതും ഇവിടുത്തെ ഒമഡോസിനെ പറ്റിയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരച്ച് വെച്ച സംഭവങ്ങൾ കാണില്ലേ. ഇങ്ങനെയാണ് ശരിക്കും വ്യൂ. ഇങ്ങനെ ഫുള്ള് വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. സെക്കൻഡ് ഫ്ലോറിൽ ഇതൊക്കെയാണ് ഡെസ്പോട്ടിക്കോ. ഇത് പണ്ടത്തെ പ്രീസ്റ്റ് ഉപയോഗിച്ചിരുന്ന ഒരു കിടക്കയും കട്ടിലൊക്കെയാണെന്ന് തോന്നുന്നു. അതും ലേസ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. അതായത് കംപ്ലീറ്റ് ലേസിനെ കൊണ്ടുള്ള പരിപാടിയാണ്. ഇങ്ങനെയൊക്കെയാണ് ടേബിൾ ക്ലോത്ത്സ് കാണുന്നില്ലേ. ഈ ലേസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു എന്താ പറയുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം നമ്മൾ ആ മൊണസ്ട്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇത് ഐലവ് ഒമഡോസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ച സ്ഥലങ്ങളുണ്ട്. നമ്മളിത് ഫുഡ് കഴിക്കണം. പാർക്കിങ്ങിൻ്റെ അടുത്ത് നമ്മളൊരു കഫേ പോലെ കണ്ടിരുന്നു. കഫേ അല്ല, ഒരു ബേക്കറി. അപ്പോൾ ആ ബേക്കറിയിലേക്ക് പോയിട്ട് അവിടുന്ന് നല്ല മണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു ബേക്കറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് അല്ലേ. ബേക്കറി നമുക്ക് ഞാൻ ഒരു സിനമൺ ആൻഡ് റൈസിൻ റോള് അത് വേണ്ട പ്രസാദം അടുത്തു. ഇനി ഇവിടെ എന്താണ് ആപ്പിൾ പൈ. ആപ്പിൾ പൈ സിനമൺ റോൾ എടുത്തിട്ടുണ്ട്. ജോർജ് എന്നാണ് ഈ ഇതിൻ്റെ പേര് കേട്ടോ. ഇവിടെ ഒരുപാട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ടോ ഇവിടെ. നിങ്ങൾക്ക് വൈന് അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കേക്ക് വെച്ചിട്ടുണ്ട്. സൈപ്രസ് ഡിലൈറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു സൗകര്യമായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന സൈപ്രസ് ആണ്. എങ്ങനെയുണ്ട് പ്രസാദ? അതൊരു സിനമൺ പൈയും നമ്മൾ വാങ്ങിച്ച ആപ്പിൾ പൈ സിനമൺ റോൾ. അയ്യോ, ആപ്പിൾ പൈയും സിനമൺ റോളും രക്ഷയില്ല. എന്താ ടേസ്റ്റ് അല്ലേ. അവിടെ തന്നെ ഒരു കഫേ ഉണ്ട്, ജോർജസ് കഫേ. അവിടെ നമ്മൾ 2-3 സാധനങ്ങൾ പറയണ്ടല്ലേ. എല്ലാം മധുരം. ഒമഡോസിനോട് വിട പറയുകയാണ്. ഈ ബേക്കറിയിൽ നേരം നമ്മൾ ഫുഡ് വാങ്ങിച്ചത് അവിടെയാണ് അവരെ കഫേ. ഇവിടെ വേറൊരു ഷോപ്പുണ്ട്. അവിടെ നമ്മൾ തുർക്കിഷ് അല്ല, സൈപ്രസ് ഡിലൈറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. 3 എണ്ണം €5 അല്ലേ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ ഇനി പാർക്കിങ്ങിലോട്ട് പോവാണ്. ഇത് നമ്മൾ ജോർജിൽ കണ്ട ചുർസ്കേല പോലത്തെ സെയിം സാധനമാണ് ഇവരിങ്ങനെ ആക്കി വെക്കുന്നത്. പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ആണ് ആക്കുന്നവർ. സെയിം സ്റ്റൈൽ തന്നെ, കട്ടിയുണ്ട്. നമ്മൾ ഒമഡോസ് വില്ലേജിൽ നിന്ന് വിട്ടു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മളെ പ്ലാൻ പ്രകാരം അടുത്തതൊരു വൈനറി ആയിരുന്നു. പ്ലാൻ എ മാറ്റി നമ്മൾ പ്ലാൻ ബി പിടിച്ചിട്ടുണ്ട്. കാരണം വലിയൊരു പണി നമുക്ക് കിട്ടി. അപ്പോൾ എന്താണ് പണി എന്നൊക്കെ നമ്മൾ മുന്നോട്ട് പറയാം. ആ പണീൻ്റെ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞുതരാം. സൊല്യൂഷൻ കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റോഡ് ട്രിപ്പ് പോവാണ്. ഏകദേശം 1 മണിക്കൂർ 22 മിനിറ്റ് ഉള്ള ഒരു ഡ്രൈവ് പോവാണ്. പോയേ പറ്റൂ. അതാണ് നമ്മുടെ സാഹചര്യം. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോയേ പറ്റൂ. നമുക്ക് അത്യാവശ്യം ചെറിയൊരു നഷ്ടം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒമഡോസ് വില്ലേജ് ഇതൊക്കെ ഓരോ വില്ലേജുകളുടെ ഏരിയ ആണ് കേട്ടോ. ഒമഡോസ് വില്ലേജ് ഇങ്ങനെ കയറി നമ്മൾ മലമുകളിലൂടെയൊക്കെ കയറി ഏതൊക്കെ വഴികൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇതാണ് കറക്റ്റ് എക്സ്പ്ലോറേഷൻ. ദൂരെ കാണുന്നത് ലിമാസോൾ കടലാണ് കേട്ടോ. നമ്മളങ്ങനെ
ഒമഡോസ് ഇതാ നമ്മൾ നേരെ ലിമാസോൾ ലക്ഷ്യമാക്കി പോവാണ്. അവിടെ നിന്ന് നേരെ നമ്മളിനി നിക്കോഷ്യയിലോട്ട് പോകും. നമ്മൾ നിക്കോഷ്യന്റെ തൊട്ടടുത്തുള്ള, അതായത് സൈപ്രസിന്റെ ക്യാപിറ്റലായ നിക്കോഷ്യന്റെ തൊട്ടടുത്തുള്ള ഡാലി എന്ന സ്ഥലത്തോടാണ് പോകുന്നത്. അവിടെ എത്താനായി നല്ല, അവിടെ നിന്ന് എക്സിറ്റ് മെയിൻ റോഡിൽ നിന്ന് എക്സിറ്റ് അടിച്ച സമയത്ത് തന്നെ നല്ല അടിപൊളി സ്ഥലമല്ലേ, വില്ലേജ് ഏരിയ പോലെ നല്ല പച്ചപ്പൊക്കെ ഉള്ള കിടിലൻ പ്ലേസ്. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് അങ്ങനെ ആക്ച്വലി നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചു കേട്ടോ. നമ്മളെ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് നമ്മൾ സൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഇതാ, ഈ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ എന്നാണ് കംപ്ലീറ്റ് നമ്മളെ പരിപാടി. നമുക്ക് പറ്റിയ പണി എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അമൃത ഉള്ളിലുള്ളത് നമ്മളിവിടെ വന്നിട്ടുള്ളത് വെച്ചാൽ ന്യൂ എറ ഇലക്ട്രോണിക് സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ പ്രൊഫഷണൽ ബ്രോഡ്കാസ്റ്റ് എക്യുപ്മെന്റ്സിന്റെ ഒരു വെയർഹൗസ് പ്ലസ് ഓഫീസ് ഏരിയയിലേക്കാണ്. അപ്പം ഇതാണ് എൻട്രൻസ്. നമ്മൾ ഓൾറെഡി സൊല്യൂഷൻ കണ്ടുപിടിച്ച്, നമ്മൾ പുള്ളിയെ കണ്ട് എല്ലാ സൊല്യൂഷനൊക്കെ കണ്ടുപിടിച്ചതാണ്. ഹായ്, ഹലോ, താങ്ക് യു. ഇതാ നമ്മളെ സൊല്യൂഷൻ. എന്താ കാര്യം നിങ്ങൾ പറഞ്ഞുതരാം. ദിസ് ഈസ് മിസ്റ്റർ ലൂയിസ്. ഹി ജസ്റ്റ് ഗീവ് us the best thing that is possible for us to solve this issue. Actually what happened is, I'll tell in my language, it's okay, right? Yeah. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ മൈക്ക് ഉണ്ടല്ലോ, നമ്മൾ ഓഡിയോ മൈക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മൈക്കാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഹോളിലാൻഡ് M2 എന്ന് പറഞ്ഞ ഒരു മൈക്കാണ് യൂസ് ചെയ്തിട്ടുണ്ടായത്. ഇതാണ് അതിൻ്റെ റിസീവർ, ഇതാണ് ട്രാൻസ്മിറ്റർ, ഇതാണ് റിസീവർ. അപ്പോൾ സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഒമഡോസ് വില്ലേജിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ നിലത്ത് വീണു. ഈ സാധനം പൊട്ടി. ഇത് പൊട്ടി, ഇത് 2 കഷ്ണമായി, പീസായതാ. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല, ഈ സാധനം വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യാത്തപ്പോൾ നമ്മൾ ആ കൂടെ ഇതായി. ഇനിയിപ്പം ഓഡിയോ ക്ലാരിറ്റി ഇല്ലാതെ ശരിയാവില്ല. രണ്ടുപേരാവുന്ന സമയത്ത് രണ്ടുപേർക്കും ഓഡിയോ നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. രണ്ടുപേരും ഓഡിയോ പറയുന്ന സംസാരിക്കുന്ന സമയത്ത്, ഞാൻ മാത്രം എടുക്കുന്ന വെച്ചാൽ കുഴപ്പമില്ല, ഇവിടെ കൂടെ പറയുന്ന സമയത്ത് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. വേറെ സൊല്യൂഷനൊന്നുമില്ല. ഞാൻ നേരെ ഈ പേര് വെച്ചിട്ട് ഹോളിലാൻഡ് ലാർക്ക് M2 ഇൻ സൈപ്രസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഇദ്ദേഹത്തിൻ്റെ ഷോപ്പാണ് എനിക്ക് കിട്ടിയത്. ഇതുള്ളത് നിക്കോഷ്യൻ്റെ അടുത്താണ്. അപ്പം ഇവിടെ വന്നു, പുള്ളി ഞങ്ങൾക്ക് കൊണ്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സാധനം. നമ്മൾ വാങ്ങിച്ച്, വേറെ വഴിയില്ല, നമുക്കിത് വാങ്ങിച്ചേ പറ്റും. നമ്മളെ ഓഡിയോ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വീഡിയോ കാണുന്നവരും പറഞ്ഞു ഓഡിയോ നല്ല ക്ലാരിറ്റി ആണെന്ന് പറഞ്ഞത്. അപ്പം ഇതിനുള്ള വേറെ സൊല്യൂഷൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടി വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇങ്ങനൊരു സൊല്യൂഷൻ നമുക്ക് പുള്ളി തന്നു. സോ താങ്ക് യു സോ മച്ച് മിസ്റ്റർ ലൂയിസ്. New Era Electronic Solutions. We are here, we are based here, we have our small office and we have a lot of stock at the back, and we serve all over Cyprus from here. Okay. It's great. Actually, we were grateful to meet you and get this device sold within yeah, thank you so much. Thank you so much. Okay. Thank you. Enjoy your staying. Have a nice time. Okay. Happy New Year. Happy New Year to you too and everybody who is watching us right now. Thank you. Problem solve ചെയ്ത്. Yes guys, we are back. കുറച്ച് എന്താണ് പൈസ ചെലവുണ്ടായാലും കുഴപ്പമില്ല, നമ്മൾ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് കാര്യം നടന്നു. ലെസ്കാര എന്ന് പറഞ്ഞിട്ട് ഒരു വില്ലേജ് പോകാനുള്ള പ്ലാനാണ്. സോ ലെറ്റ്സ് ഗോ, കം ഓൺ, ഡോണ്ട് വേസ്റ്റ് ടൈം, കം. ഈ ലെഫ്കാരയുടെ വഴികളിലൂടെ പ്രസാദേട്ടൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ് ഗൈസ്, പോവുകയാണ്. നേരെ റോഡ്സ് ആണ് ഇങ്ങനെ മറ്റേ ഒമഡോസിൻ്റെ പോലെ സെയിം സംഭവങ്ങളൊക്കെ തന്നെ. ഇവിടെയും ഒരുപാട് ഗസ്റ്റ് ഹൗസസ് ഒക്കെ ഉണ്ട്, വില്ലേജ് ഹൗസസ് ഒക്കെ ഉണ്ട്, നമ്മൾ താമസിക്കാൻ പറ്റുന്ന. ഇതൊക്കെ പഴയതാ സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ വീടുകളൊക്കെയാണ്. അതുപോലെ തന്നെ അല്ലേ, വണ്ടി ഇരുന്നിങ്ങനെ കണ്ട് ആസ്വദിച്ച് പോകും. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാലാണ് പെട്ടുപോകും. യുനെസ്കോ റെക്കഗ്നൈസ് ചെയ്ത ഒരു കൾച്ചറൽ വില്ലേജാണ് ലെഫ്കാര. ഇത് കാണുന്നില്ലേ, ഇതാണ് ലേസ് എന്ന് പറയുന്ന സാധനം. നമ്മൾ നേരത്തെ കാണിച്ചത്, നമ്മൾ ഒമഡോസ് വില്ലേജിൽ കാണിച്ചത് സെയിം സംഭവം തന്നെയാണ് ലേസ് എന്ന് പറയുന്നത്. എല്ലാ കൊല്ലം സൈപ്രസിൽ ക്രിസ്മസ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് 3-4
വില്ലേജുകൾ ഇവർ നോമിനേറ്റ് ചെയ്യും. അങ്ങനെ നോമിനേറ്റ് ചെയ്ത വില്ലേജിൽ ഒന്നാണിതല്ലേ. ഇപ്രാവശ്യം ലെഫ്കാര വില്ലേജ് ഉണ്ട് നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ തന്നെ ഒരു ക്രിസ്മസ് മാർക്കറ്റും ഉണ്ട്. നമുക്ക് ആദ്യം ക്രിസ്മസ് മാർക്കറ്റ് കാണാം. അതിതാ ഡോങ്കീസിനെ ചെയ്താൽ ഇവിടുത്തെ നാഷണൽ മണി വെല്ല് ഇത് കൊള്ളാം. നമ്മളെ മെയിൻ സംഭവമാണ് നമുക്ക് വേണ്ട. ഇത് കൊള്ളാം, മാപ്പുള്ള അല്ലേ? തിരിച്ചു പിടിച്ചേ. ഓക്കെ ഇതുള്ള അല്ലേ സെറ്റ്. അപ്പോൾ ലെഫ്കാര വന്നതിൽ കാര്യം ഉണ്ടായി. ക്രിസ്മസ് മാർക്കറ്റുകളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അല്ലേ? അങ്ങനെ ഇറങ്ങാൻ തോന്നുന്നു കേട്ടോ. അങ്ങനെ ഇറങ്ങണം, അതാണ്. ഇങ്ങോട്ടും പാർക്കിംഗ് ഉണ്ട് കേട്ടോ. വില്ലേജിൻ്റെ ഒരു എൻഡ് എത്തി. ഇവിടെയാണ് പാർക്കിംഗ് ഉള്ളത്. അപ്പോൾ പാനോ ലെഫ്കാരയുടെ ഒരു പടക്കം പൊട്ടിക്കുന്നുണ്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് മാർക്കറ്റ് ഒന്ന് കാണാം ഉള്ളിലൂടെ പോയിട്ട്. ക്രിസ്മസ് മാർക്കറ്റിൽ ഇതാ കബാബ്സ് ആക്കുന്നുണ്ട് കേട്ടോ. അവിടെ കബാബുകൾ, ക്രീപ്സ് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് ഒരുപാട് സംഭവങ്ങൾ കഴിക്കാം. ചിക്കൻ സോവ്ലാക്കി. ഈ സോവ്ലാക്കി എന്ന് പറയുന്നത് ഇവരുടെ ഇതാണോ കബാബിൻ്റെ പേരാണ്. അതൊക്കെ ഇവരുടെ പേര് കേട്ട സാധനങ്ങളാണ്. ഇത് ക്രെപ്സാണ്. ഈ കാണുന്നത് സ്കൂളാണ് കേട്ടോ, പക്ഷേ ടെമ്പററി ക്ലോസ്ഡ് ആണ് കാണിക്കുന്നത്. അപ്പം ഇതാണ് ലെഫ്കാര സ്ക്വയർ. ഈ സ്ക്വയറിന് ചുറ്റുമാണ് ക്രിസ്മസ് മാർക്കറ്റ് ആക്കി വെച്ചില്ല. ക്രിസ്മസിൻ്റെ ടൈമിൽ ദിവസം ഈവിൽ ഭയങ്കര സംഭവമായിരിക്കും അല്ലേ ഇവിടെ? അടിപൊളിയായിരിക്കും. എന്തായാലും കൊള്ളാം, നല്ലൊരു ഹാപ്പനിങ് ടൂറിസ്റ്റ് പ്ലേസ്. ക്രിസ്മസ് ന്യൂ ഇയർ സീസണിൽ ഇങ്ങനെ വില്ലേജസ് കാണാൻ പ്രത്യേക രസമാണ് കേട്ടോ. ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഒരുപാട് സൊവനീസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എന്ത് രസമുണ്ടല്ലേ, അടിപൊളിയല്ലേ ഇത്? ഇതൊക്കെ നോക്ക്, സൂപ്പർ. വാവ്, അതിൻ്റെ കളർ നോക്ക്, ബ്ലൂ കളറാക്കി വെച്ചിട്ട് നോക്ക്. ഇവിടെ മണിയില്ലല്ലേ? ആ നിറത്തിൽ മണി കിട്ടുമെങ്കിൽ നല്ലായിരുന്നു അല്ലേ? സിൽവർ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത് കാണുന്നില്ല, ഇങ്ങനെ ഒരുപാട് സിൽവറിൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടെ ഇങ്ങനെ ഇമേജ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇവർ ലേസ് നെയ്തിരുന്നത്. ഇങ്ങനെ ആൾക്കാർ കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ലേസ് നെയ്യും. അതാണ് അവരുടെ സ്റ്റൈൽ. ഇങ്ങനെ വലിയ നെയ്ത്തൊക്കെ ഒത്തിരി ആൾക്കാർ കൂടിയിട്ടാണ് നെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നെയ്ത് വെച്ച ലേസുകളാണ് ഇതൊക്കെ. ഇതന്നെ മണി 5 കുറേ ഉള്ളൂ. ഇവിടെ ഒരു നല്ല ലൈവിലായിട്ടുള്ളൊരു അപ്പച്ചനുണ്ട്. ഇവിടെ എല്ലാവരും വയസ്സുള്ള ആൾക്കാരൊക്കെ നല്ല ഓളാണ് കേട്ടോ. സിൽവറിൻ്റെ വർക്കാണ് ഇത് പുള്ളിയുടെ വർക്കാണെന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, സിൽവറിൽ ഉണ്ടാക്കിയ ഓർണമെൻറ്റ്സ് ആണ്, ഇവിടുത്തെ ഓർണമെൻറ്റ്സ് ആണ്. കയ്യിലിടുന്ന അങ്ങനെ സാധനങ്ങൾ. നമ്മളോട് നല്ലൊരു മണി കണ്ടിട്ട് കയറിയതാണ്. നമുക്ക് നമ്മുടെ കളക്ഷനാണ്. ഓക്കെ, for the new year, it's my work. I have a good price, 30% off. Okay. And if you like, have a look. Sure. My Okay. work. Okay. ഇതാണ് മണി ബെല്ല്, സൈപ്രസ് ബെല്ല്. ഇല്ലീസ് കഫേന്ന് നമ്മൾ ഇവിടെ ലോക്കോമാഡേസ് എന്ന് പറഞ്ഞ സാധനം, ഇവരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സ്വീറ്റ് ബോളാണ്. നമ്മുടെ ലുക്കേമത്ത് പോലത്തെ സാധനം, ലോക്കോമാഡേസ് എന്നാണ് ഇവർ പറയുക. അവർ കുക്ക് ചെയ്ത് തരുന്നുണ്ട് നല്ല ഫ്രഷായിട്ട്. ലെഫ്കാര വില്ലേജ് എന്ന് നമ്മൾ വരുന്നൊരു കഫേന്ന് വാങ്ങിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു എത്രയാണ്, 6 യൂറോ ആണ് ചാർജ്. എനിക്കൊന്ന് പകുതിയാകുമ്പോൾ 3 യൂറോ ആയിരിക്കണം. നമുക്ക് നല്ല ഫ്രഷായിട്ട് ആക്കി തരുന്നുണ്ട്. നമ്മളിങ്ങനെ ആ ഊട് വഴികളിലൂടെ വില്ലേജ് ഏരിയയിൽ ഉള്ളിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഷ്ടിച്ച് ഒരു വണ്ടിക്ക് പോകാൻ പറ്റുന്ന റോഡാണ്. തിരിച്ച് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പക്ഷെ നല്ല മര്യാദയാണ് കേട്ടോ. മാറിത്തരും. പിന്നെ ബോർഡ് കാണുന്നുണ്ടോ, ടൂറിസ്റ്റാന്ന് മനസ്സിലായിട്ട് മാറി തന്നോളൂ. അത് അടിപൊളി സ്ഥലം കേട്ടോ. ഒറ്റ മനുഷ്യനെ വെളിയിൽ കാണാനില്ല എന്നേ ഉള്ളൂ. ഈ ഏരിയയിലൊന്നും ആരും കാണാനില്ല. സിറ്റി സെന്ററിൽ, സോറി വില്ലേജ് സെന്ററിൽ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. നമ്മളെന്തായാലും പാനോ ലെഫ്കാരിൽ നിന്ന് കാറ്റോ ലെഫ്കാരിലേക്ക് പോവാണ്. അപ്പ് ഒന്ന് ഡൗണിലോട്ട് പോവാ. താഴെയുള്ള ലെഫ്കാര കണ്ടിട്ട് വരാം. പ്ലാസ്റ്റിക്
നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു കാറ്റൽ ഓഫ് കാരിൽ. ഇതിങ്ങനെ ഇത് കുറച്ചുകൂടെ കാം ആൻഡ് ക്വയറ്റ് സ്ഥലം അല്ലേ, മറ്റേതുപോലെയല്ല. അവിടെ ഫുൾ തിരക്കായിരുന്നു ആൾക്കാർ. ഇവിടെ അങ്ങനെയൊന്നുമില്ല, അത് കാം ആൻഡ് ക്വയറ്റ് സ്ഥലം. ഇതൊരു ടാവേണാണ്, ഒരു ലോക്കൽ ട്രഡീഷണൽ വില്ലേജ് ടാവേൺ. നല്ല രസമുണ്ടല്ലോ കാണാൻ. സ്റ്റാഫിലാരിസ് കോഫി ഷോപ്പാണ്, ടാവേൺ പ്ലസ് കോഫി ഷോപ്പ്. ഇതെന്താ ബസ് സ്റ്റോപ്പ് ഇവിടെയും ബസ് ഉണ്ടല്ലേ, കൊള്ളാലോ. ട്രഡീഷണൽ ബസ് സ്റ്റോപ്പ്. നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ പോസ്റ്റ് ഓഫീസ്, ഒമഡോസ് കണ്ട പോലെ തന്നെ പോസ്റ്റ് ബോക്സ് ഉണ്ട് എല്ലാവർക്കും. ഇത് എന്തിൻ്റെ ഓറഞ്ച് ജ്യൂസിൻ്റെ കഥ എഴുതിയത് ഇവിടെ? ഒരു ഷോപ്പ് ഉണ്ടല്ലേ. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. നമ്മൾ അവിടെ നിന്നാണ് വന്നത് അല്ലേ? ആ സൈഡിൽ നിന്നാണ് വന്നത്. ആ സൈഡിൽ നിന്ന് നമ്മൾ പാനൽ ഓഫ് കാരിൽ നിന്ന് വന്നേ, കാറ്റൽ ഓഫ് കാരിലെത്തി. ഇവിടെ അധികം ടൂറിസ്റ്റുകൾ വരാറില്ലെന്ന് തോന്നുന്നു. ഇത് ടൂറിസ്റ്റ് പ്ലേസ് അല്ല, മറ്റു ടൂറിസ്റ്റ് പ്ലേസ് മുകളിലാണ് കേട്ടോ. നിങ്ങൾ വരുന്നെങ്കിൽ പാനോ ലെഫ്കാരാണ് വരേണ്ടത്. എക്സാക്ട് പഴയ ഓൾഡ് ട്രഡീഷണൽ ഇവിടുത്തെ സിറ്റി എന്ന് പറഞ്ഞു വില്ലേജ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നാൽ മതി. കുറച്ച് ഹാപ്പനിങ് പ്ലേസ് ഒക്കെ കാണണമെങ്കിൽ പാനോ ലെഫ്കാരെ പോയാൽ മതി. ഓരോരോ സ്ട്രീറ്റാണ് കണ്ടോ, ഓരോന്നിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അയ്യോ, ഇതെങ്ങോട്ടാ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഇതൊരു ചാപ്പലോ എന്തോ ആണ്. അതെൻ്റെ എന്തോ ആണ്. ഹോളി ക്രോസ് ചർച്ച്. നമ്മൾ അടുത്തൊരു എൻഡിലോട്ട് എത്തി. ഇവിടുത്തെ മെയിൻ ചർച്ചാണ്. അതായത് ഓരോ വില്ലേജിലും ഓരോ ചർച്ചാണല്ലോ. വാവ്, ഇതാണ് പക്കാ നാട്ടിൻപുറം. താഴെ മൊത്തം ഇതാണ് നമ്മുടെ ഓറഞ്ചും അങ്ങനെ സിട്രസ് ആണ്. അങ്ങനെ ഓറഞ്ച് പറിച്ചിരിക്കുകയാണ്. ഓറഞ്ച് തോട്ടം കിട്ടിയില്ല, അതുകൊണ്ട് കിട്ടിയെടുത്ത് ഓറഞ്ച് പറിച്ച്. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നാളത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ഒരു അടിപൊളി ഒലീവ് ഫാമിൽ പോകുന്നുണ്ട്, ഒലീവ് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി കിടിലൊരു സ്ഥലത്താണ് പോകുന്നത്. അതിന്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.